എൻ്റെ പേര് ചിഞ്ചു ആൻ ജേക്കബ്. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2/11/2024 മാസത്തിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായത്. എൻ്റെ വലിയൊരു വിഷയം എന്ന് വെച്ചാൽ, എനിക്ക് 4 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. പലതരത്തിലുള്ള പല ട്രീറ്റ്മെൻറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. IUI ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഡോക്ടർ പറയുന്നത് 2 പേർക്കും വലിയ വിഷയങ്ങളൊന്നുമില്ല, എന്നാൽ 2 പേരും ഒരുമിച്ച് ജീവിക്കുക എന്നൊക്കെയാണ് പറഞ്ഞ് പല തരത്തിൽ നമ്മളെ ആശ്വസിപ്പിച്ച് വിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ എന്നോട് പലതരത്തിലുള്ള ആൾക്കാരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും പലതരത്തിലുള്ള തടസ്സങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം തന്നെ ഉണ്ടായ തടസ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഫാദറും കൂടെ ഒരു കണ്ടത്തിൽ വീഴുകയുണ്ടായി. അങ്ങനെ എൻ്റെ കൈ ഒടുകയും എൻ്റെ ഫാദറിൻ്റെ റിബ്സ് ഒടുകയും ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് ആ സമയത്തിൽ എനിക്ക് വരാനായിട്ട് സാധിക്കുകയൊന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു അടിയുറച്ച വിശ്വാസത്തിൽ ഞാൻ വിശ്വസിച്ചു, എന്തായാലും ഞാൻ ഇവിടെ വരും, എൻ്റെ പ്രാർത്ഥന എന്തായാലും എനിക്ക് മാതാവിനോട് പറഞ്ഞേ തീരൂ എന്നുള്ളൊരു വിശ്വാസപൂർവ്വം ഞാനിവിടെ വന്ന് ആദ്യം തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സുഗന്ധ തൈലത്തിൻ്റെ ഒരു മണമാണ് ഉണ്ടായത്. അതെൻ്റെ വീട്ടിൽ പോകുന്നത് വരെയും എനിക്കുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് അച്ഛനെ കാണാൻ സാധിക്കുകയുണ്ടായി. ഞാൻ അച്ഛനോട് ഇവിടെ വരുമ്പോഴും എല്ലാവരും എന്നോട് പറഞ്ഞു, അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി, വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി നിങ്ങൾ വിഷയം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ അച്ഛനെ കാണാൻ എനിക്കൊരു അവസരം കിട്ടി. അതിൽ വിഷയത്തിൽ എനിക്കൊരു കുട്ടി ഉണ്ടാവുന്നില്ലല്ലോ, എനിക്കൊരു ജോലിയില്ല എന്നുള്ളൊരു വളരെയധികം പ്രയാസത്തിൽ ഞാൻ പോവുകയുണ്ടായി. ഞാൻ അങ്ങനെ പോകുന്നത് ന്യൂസിലാൻഡിലേക്കാണ് പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോവുകയായിരുന്നു. അവിടെ പോയി 2 മാസം തികയും മുമ്പേ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും എന്നാലും എനിക്ക് 2 മാസത്തിനകം എനിക്കൊരു സന്തോഷവാർത്ത അറിയാനുണ്ടായി. എനിക്കൊരു കുഞ്ഞുണ്ടായി. അതും ഒരു ട്രീറ്റ്മെൻറ്റ് കൂടാതെയും ദൈവം എനിക്ക് കൊണ്ടു തന്ന ഒരു കുഞ്ഞാണിത്. എനിക്ക് അതിൽ വളരെയധികം സന്തോഷവും, പല പ്രതിസന്ധികൾ പിന്നീട് ഉണ്ടായിരുന്നെങ്കിലും പല ആൾക്കാരുകൾ എന്നോട് പറഞ്ഞു, PCOD ആയ ഒരു കുട്ടിയാണ് താങ്കൾ, അതുകൊണ്ട് താങ്കൾക്ക് നല്ലൊരു നോർമലായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാകുമോ എന്നുള്ള വളരെയധികം ചോദിച്ചതിൽ നിന്നും ദൈവം തമ്പുരാൻ എനിക്കൊരു കുഞ്ഞിനെ തന്നു. ഒരു ആരോഗ്യക്കുറവ് പോലും ഇല്ലാത്തൊരു കുഞ്ഞിനെ തന്നു. എനിക്ക് ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരണമെന്ന് തോന്നി. എന്നാൽ എനിക്കൊരു സാക്ഷ്യം പറയണമെന്ന് തോന്നി. ഞാൻ അതിനാൽ വന്നു. പലതരത്തിലുള്ള പ്രതിസന്ധികളിലും എനിക്ക് ഇവിടുത്തെ ഉള്ള ഉപ്പും ഇവിടുത്തെ ഉള്ള തൈലവും എനിക്ക് വളരെയധികം ആശ്വാസകരം തരുകയും എല്ലാ തരത്തിലും ഉള്ള പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നോർമൽ ഡെലിവറി അവിടുത്തെ എനിക്കൊരു കുഴപ്പവും കൂടാതെ തന്ന കുഞ്ഞിനെ ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത പ്രകാരം എനിക്കുണ്ടായ പല മാറ്റങ്ങളെന്താണെന്ന് വെച്ചാൽ, എനിക്ക് വളരെയധികം പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ തന്നെ പ്രസംഗിക്കാനും പയ്യെ എൻ്റെ വീടുകളിലുള്ള വിഷയങ്ങളെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനും 5 മണിക്ക് എണ്ണീറ്റ് നമ്മൾക്ക് പറ്റുന്ന രീതികളിലെല്ലാം എണ്ണീറ്റും എല്ലാ സമയങ്ങളിലും എല്ലാവരോടും എനിക്കറിയാവുന്ന ആൾക്കാരോടും ഇവിടുത്തെ പള്ളിയെക്കുറിച്ച് പറയുകയും അതേപോലെ അവരിലും വിശ്വാസം നമുക്ക് ഏൽക്കുകയും ഞങ്ങൾ പറഞ്ഞ വിശ്വാസപ്രകാരം ഈ പള്ളികളിൽ വരികയും പ്രാർത്ഥിക്കുകയും അവർക്കും സന്തോഷപൂർവ്വം ആഗ്രഹങ്ങൾ സബലീകരിച്ചെന്ന് പറയുകയും ഉണ്ടായി. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സഹായിച്ച വ്യക്തികൾ എന്താണെന്ന് വെച്ചാൽ, കൂടുതലും അസുഖബാധിതരായ കുഞ്ഞുങ്ങളും അതേപോലെ ഒരു രോഗിയായ ഒരു പേഷ്യൻറ്റിന് ഞങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാനായിട്ടും സഹായിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള ഉപ്പുകളും കൊടുത്തു ഞങ്ങൾ ആ കുഞ്ഞിനെയും രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്തു. യെശയ്യാ 49:5 കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തി ആവുകയും ചെയ്തിരിക്കുന്നു. ചിഞ്ചു ആൻ ജേക്കബ് എന്ന ഈ സഹോദരി തൻ്റെ ദാമ്പത്യ ജീവിതത്തിന് അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച കുഞ്ഞിനെ നന്ദിയോടുകൂടി എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നതിലല്ല കുടുംബത്തിൻ്റെ സന്തോഷം വരേണ്ടത്, മറിച്ച് അല്പം കൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ, അല്പം കൂടി ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തോട് കടപ്പെട്ട വ്യക്തികളായി ജീവിക്കുവാൻ നമ്മളെ ഒരു അനുഗ്രഹത്തിലൂടെ ദൈവം നയിക്കുന്നു എന്നതിലാണ് നമുക്ക് കൂടുതൽ നന്ദിയും സന്തോഷവും വരേണ്ടത്. മകൾ തന്നെ സൂചിപ്പിച്ചു, ഉടമ്പടി എടുത്തതിന് ശേഷം കാരുണ്യ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യുന്നുവെന്ന്. ഏറ്റവും അർഹതയുള്ളവർക്ക്, വേദനിക്കുന്നവർക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷവും ഒരു നല്ല കാര്യം ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുവാനായല്ലോ എന്ന തൃപ്തിയും ദൈവം നമുക്ക് കൈമാറി തരുന്നുവെന്ന്
പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ കൂടുതൽ ക്വാളിറ്റിയുള്ള, ദൈവസ്നേഹമുള്ള, ആത്മബോധമുള്ള, ആത്മീയ ബോധ്യങ്ങളുള്ള വ്യക്തികളായിട്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഭൗതിക നന്മകളേക്കാൾ ഉപരി നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉടമ്പടിയിലൂടെ ദൈവപിതാവും അമ്മ മാതാവും ബലപ്പെടുത്തുകയും നയിക്കുകയും വളർത്തുകയും ചെയ്യുന്നതിന് എന്നും ദൈവത്തോട് സ്നേഹമുള്ളവരായി ആ ബന്ധം മുറിയാതെ സൂക്ഷിച്ചുകൊണ്ട് കൂടുതൽ അതിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ കുടുംബത്തിന് ഈ കുഞ്ഞിലൂടെ ലഭിച്ച എല്ലാ സന്തോഷങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.